അസ്സലാമു അലൈക്കും. കൂട്ടുകാരിലെത്തിയോ? وعليكم السلام. وعليكم السلام. തുടങ്ങാലോ ഇൻഷാ അല്ലാഹ്. ഇല്ലത്തി കൂടെ പുറകെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله العظيم. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയോടുകൂടി നമ്മുടെ സുഹൃത്ത് യാസീൻ്റെ സൂറ അവസാനിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, നമുക്കെല്ലാം അറിയാവുന്ന, അധിക പേരും മനഃപ്പാഠമാക്കിയിരിക്കുന്ന ആയത്തുൽ കുർസിയുടെ ചുരുങ്ങിയ തഫ്സീറാണ്. അടിമയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കടമപ്പെട്ട കാര്യമാണ്, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഉടമസ്ഥനായ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. ഭൂമിയിലെ മനുഷ്യൻ പഠിക്കുന്ന അറിവിൽ ഏറ്റവും ഉന്നതമായതും ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും അറിയേണ്ടതും ഉടമസ്ഥനായ അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ ഭൂമിയിൽ ഒന്നും അറിയാത്തവനാണ്. ഏറ്റവും വലിയ അറിവില്ലായ്മ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. മൻ അറഫ അല്ലാഹ അറഫ കുല്ല ഷൈ. അള്ളാഹുവിനെ അറിഞ്ഞവൻ എല്ലാം അറിഞ്ഞവനാണ്. അഅ്ളമു ദുനൂബ്, ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ അൽ ജഹ്ലു ബില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. അവൻ്റെ ഉടമസ്ഥനായ അള്ളാഹു, അവൻ ആരാണ്, അവൻ്റെ സിഫാത്തുകൾ, അവൻ്റെ വിശേഷണങ്ങൾ എന്തെല്ലാമാണെന്ന് അറിവില്ലായ്മ. അതാണ് ഏറ്റവും വലിയ അറിവില്ലായ്മ. ഭൂമിയിലെ ഏറ്റവും വലിയ ഫക്കീർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ 40-50 വർഷം ജീവിച്ചിട്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയാതെ ഇവിടുന്ന് മരിച്ചു പോകുന്നവരാണ്. അള്ളാഹുവിനെ അറിയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം വിശുദ്ധമായ ഖുർആനിലൂടെയാണ്. ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഖുർആനിലൂടെ അള്ളാഹു തആല അവൻ്റെ അടിമകളെ അവൻ ആരാണ്, അള്ളാഹു ആരാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിൽ പ്രധാനമായും 4 വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, പരലോകത്തെക്കുറിച്ച്, സ്വർഗനരകങ്ങളെക്കുറിച്ചും അത് പ്രവേശിക്കുന്നവരെക്കുറിച്ചും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചും. 2, മുൻകഴിഞ്ഞ സമൂഹത്തിൻ്റെ ചരിത്രം, ചരിത്രങ്ങൾ. അത് നബി മുതലുള്ള പല പ്രവാചകന്മാരുടെയും ചരിത്രം അള്ളാഹു തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഖുർആനിൽ അത് അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാൻ മറ്റൊരു മാർഗവുമില്ല. 3, അഹ്കാമുകളാണ്. ഖുർആനിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം 3 അഹ്കാമുകൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ. ഓരോ വിഷയത്തിലുമുള്ള
കൽപ്പനകളും നിരോധനങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ച. നാലാമത് ഖുർആൻ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിനെ കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കുതിരത്തിനെ കുറിച്ചെല്ലാം വിശാലമായ അള്ളാഹു താല പരസ്പരത്തും അവൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആനിൽ പ്രധാനമായും 4 ചർച്ചകളാണ്. ഒന്ന് പരലോകത്തെക്കുറിച്ച്, സ്വർഗനരകങ്ങളെക്കുറിച്ച്, പിന്നെ 2 മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ചരിത്രം, 3 അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, 4 അള്ളാഹുവിനെ കുറിച്ച്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു താല അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഖുർആനിൽ ഒരായത്തിൽ അള്ളാഹു താല വളരെ ഭംഗിയായി, വളരെ പൂർണ്ണമായ അവസ്ഥയിൽ അള്ളാഹു താല അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അള്ളാഹു താല പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും ആഴമായ ഉന്നതമായ ആയത്താണ്. ഖുർആനിൽ അത്വലായ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്തുണ്ട്, ഖൗഫായ ആയത്തുണ്ട്, ഏറ്റവും കൂടുതൽ അടിമയെ ഭയപ്പെടുത്തുന്ന ആയത്തുകൾ, അർജായ ആയത്തുണ്ട്, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ആയത്തുണ്ട്, ആയുധലായ ആയത്തുണ്ട്, ഏറ്റവും കൂടുതൽ സാരസമ്പൂർണമായ ആയത്തുകളുണ്ട്. എന്നാൽ ഖുർആൻ ഏറ്റവും ആഴമായ ആയത്ത്, ഏറ്റവും ഉന്നതമായ ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യോ ആയത്തിൻ ഫി കിതാബില്ലാഹി ആലം. ഉബയ്യെ, ഖുർആനിൽ ഏറ്റവും ആഴമായ ആയത്ത് ഏതാണ്? ഏറ്റവും ഉന്നതമായ, ഏറ്റവും മഹത്തരമായ ഖുർആനിൽ ആയത്ത് ഏതാണ്? അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ലാഹു റസൂലു ആലം, അള്ളാഹും റസൂലുമാണ് അറിയുന്നത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാവശ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹം മറുപടി അതേപോലെ, അള്ളാഹും അവൻ്റെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്ന് മറുപടി പറഞ്ഞു. ഇത് സഹാബാക്കളുടെ ഒരു അദബാണ്, സഹാബാക്കളുടെ ഒരു പ്രത്യേകതയാണ്. അറിയുമെങ്കിലും നബിതങ്ങളുടെ മുന്നിൽ അത് അറിയില്ല, അള്ളാഹും അവൻ്റെ പ്രവാചകനുമാണ് അറിയുന്നത് എന്ന് മറുപടി പറയുക സഹാബാക്കൾ ശീലമായിരുന്നു. അദബിൻ്റെ പേരിൽ, മര്യാദയുടെ പേരിൽ, ചിലപ്പോൾ അറിയുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇതേപോലെ ഈ സഹാബിക്കും അറിയാമായിരുന്നു ഉത്തരം, പക്ഷെ അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു. പിന്നെ തങ്ങൾ അവസാനം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ, ഖുർആനിലെ ഏറ്റവും ആഴമായ ആയത്ത് ആയത്തുൽ കുർസിയാണ്. തൻ്റെ അനുചരനായ സഹാബിയുടെ മറുപടി കൃത്യമായപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തങ്ങൾ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഈ ആയത്തിന് വല്ലദീ നഫ്സി ബിയദി ഇന്നലഹ ലിസാനൻ വശഫതൈൻ. ഈ ആയത്തുൽ കുർസിക്ക് ഒരു നാവും 2 ചുണ്ടുകളുമുണ്ട്. അത് നാളെ അള്ളാഹുവിൻ്റെ അർശിനെ കൊണ്ടുവരുന്ന സമയത്ത് ആ മലക്കൾ ഇതിലൂടെ അള്ളാഹുവിൻ്റെ മലക്കൾ അർശിനെ കൊണ്ടുവരുന്ന സമയത്ത് അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതാണ്. ആയത്തുൽ കുർസി 50 വാക്കുകളും 10 വാചകങ്ങളുമാണുള്ളത്. അള്ളാഹുവിൻ്റെ പേര് ഈ ചെറിയ ആയത്തിൽ തന്നെ 18 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ചെറിയൊരു ആയത്താണ്, പക്ഷെ അള്ളാഹുവിൻ്റെ പേര് 18 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു റിവായത്തിൽ വരുന്നുണ്ട്, 40 ആയത്തിൻ, 4 ആയത്തുകൾ അതിനെ ഇറക്കപ്പെട്ടിരിക്കുന്നത് അർശിൻ്റെ താഴ്ഭാഗത്തുള്ള നിധിയിൽ നിന്നുമാണ് അത് ഇറക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെയുള്ള മറ്റായത്തുകൾ മറ്റെവിടെയുമില്ല, ഒരു ഗ്രന്ഥത്തിലുമില്ല. ഒന്ന് ഉമ്മുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹയാണ്, 2 ആയത്തുൽ കുർസിയാണ്, 3 സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ആമന റസൂലു, 4-മത്തത് സൂറത്തുൽ കൗസറാണ്. ഈ 4 സൂറത്തുകൾ അത് മറ്റു ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഏറ്റവും ഉന്നതമായ അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചുവട്ടിൽ നിന്നും ഇറക്കപ്പെട്ട വളരെ ഉന്നതമായ ആയത്തുകളാണ് എന്ന് ഒരു ഹദീസിൽ വരുന്നുണ്ട്. മാത്രമല്ല ഈ ആയത്തുൽ കുർസി ഉലമാക്കളുടെ അഭിപ്രായത്തിൽ ഇസ്മുൽ ആദം, അള്ളാഹുവിൻ്റെ ഉന്നതമായ ഇസ്മുകൾ ഉൾക്കൊണ്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ഇസ്മുൽ ആദം ഹദീസിൽ വരുന്നുണ്ട്, ഒരാൾ ഇസ്മുൽ ആദം മുൻനിർത്തി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ദുആ ചെയ്താൽ ആ ദുആയിനെ അള്ളാഹു തആല ഉടനെ സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ വിഷയത്തിൽ ഏതാണ് ആയത്തുൽ കുർസിയിലെ ഇസ്മുൽ ആദം എന്ന് ഉലമാൻ്റെ അഭിപ്രായത്തിൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദമിൽ പെട്ടതാണെന്ന് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു തുടങ്ങിയിരിക്കുന്നതിന് അവന് 2 നാമങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മുഅ്ജിസത്ത് കാണിക്കുമ്പോൾ, ജനങ്ങളുടെ മുന്നിൽ കാണിക്കുമ്പോൾ അദ്ദേഹം ഈ ഇസ്മു പറഞ്ഞുകൊണ്ട്, അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ള ഇസ്മു പറഞ്ഞുകൊണ്ടാണ് അവർ ജീവിപ്പിച്ചിരുന്നത്. അതുപോലെ മറ്റൊരു റിവായത്തിൽ
ഈ ഈ ആയത്തിൽ കുറിച്ച് ഇറങ്ങുന്ന സമയത്ത് ഭൂമിയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം മറിഞ്ഞു വീഴുകയും പിശാജ് ഷെയ്ത്താന്മാരെല്ലാം ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും പരസ്പരം കൂട്ടിമുട്ടുകയും ഒരു പ്രത്യേകമായ അവസ്ഥയും ലോകത്ത് സംജാതമാവുകയും ചെയ്തു ഈ ആയത്തിൽ ഇറങ്ങിയ സമയത്ത്, ഈ ആയത്തിൽ ശക്തി കാരണം. അങ്ങനെ ഇബ്ലീസ് അവരുടെ നേതാവ് എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദീനയിൽ ആയത്തിൽ കുർസി, ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ പേരിലുണ്ടായ മാറ്റങ്ങളും പ്രതിഫലനങ്ങളുമാണ്. അത്രയും ശക്തിയുള്ള, അത്രയും ഗാംഭീര്യമുള്ള ഒരു ആയത്താണ് ഈ ആയത്തിൽ കുർസി എന്നുള്ളത്. ഇത് ഓതുന്ന ആളെ ആകാശലോകങ്ങളിൽ അസീസ് എന്ന് വിളിക്കപ്പെടുന്നതാണ്. വലിയ മഹത്വങ്ങളും വലിയ ശ്രേഷ്ഠതകളും ഫദായിലുകളും ഹദീസിൽ ധാരാളമായി ആയത്തിൽ കുർസി ഓതുന്നതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. അത്രയും മഹത്വമുള്ള ആയത്താണ്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൽ കുർസിയെ ഓതാൻ വേണ്ടി തങ്ങൾ പ്രേരിപ്പിക്കുകയും അത് സുന്നത്താക്കുകയും ചെയ്തു. ഇത്രയും ശ്രേഷ്ഠമായ മഹത്വമുള്ള ഒരായത്തായതിൻ്റെ പേരിൽ. ഒന്ന്, നമസ്കാര ശേഷം പാരായണം ചെയ്യാൻ വേണ്ടി തങ്ങൾ പഠിപ്പിച്ചു. അത് സുന്നത്താണെന്ന് പറഞ്ഞു. ഹദീസിൽ വരുന്നുണ്ട്, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ. ആരെങ്കിലും ഫർള് നമസ്കാര ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏക തടസ്സം അവന്റെ മരണം മാത്രമാണ്. മരണം മാത്രമാണ് അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏക തടസ്സം. എല്ലാ ഫർളായ നമസ്കാര ശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി ഓതുന്നതിന് നിത്യമാക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക തടസ്സം അവന്റെ മരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ്യ പോലുള്ള മഹാന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒഴിവാക്കിയിട്ടില്ല. ആയത്തുൽ കുർസി ഓതുന്നതിനെ അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒഴിവാക്കിയിട്ടില്ല. നമസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതുന്നതിനെ മരണം വരെ ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ ഹദീസിൽ വരുന്നുണ്ട്, ഒരാള് അവന്റെ കിടക്കാൻ വിരിപ്പിൽ ചെല്ലുന്ന സമയം പിന്നെ ഓതേണ്ട രണ്ടാമത്തെ സ്ഥലമാണ്. ആയത്തുൽ കുർസി ഓതേണ്ട രണ്ടാമത്തെ സ്ഥലം ഉറങ്ങുന്ന സമയത്ത് വിരിപ്പിലെത്തിക്കഴിഞ്ഞാൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വരുന്നുണ്ട്, ഒരാൾ കിടക്കുന്ന സമയത്ത് വിരിപ്പിലെത്തി ഈ ആയത്ത് ഓതിയാൽ ലൻ യസാലു മഅക മിനല്ലാഹി ഹാഫിള, നിന്റെ കൂട്ടത്തിൽ ഒരു മലക്കിനെ അല്ലാഹു തആല നിശ്ചയിക്കുന്നതാണ്. ഉണരുന്നത് വരെ ഒരു പിശാചിനോ മറ്റൊരു ഉപദ്രവം ഉണ്ടാകാതെ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഹാഫിളായി, സൂക്ഷിപ്പുകാരനായി ഒരു മലക്ക് അവന്റെ കൂട്ടത്തിൽ ഉണരുന്നത് വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഉറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ ഒരു മലക്ക് കൂട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ചില സലഫുസ് സാലിഹിൽപ്പെട്ട ആളുകൾ അവർക്ക് ഈ ഹദീസിലുള്ള അവരെ യഖീൻ കാരണമായിട്ട് കിടക്കാൻ വിരിപ്പിൽ വന്ന് ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ ഉടനെ അവർ സലാം പറയുമായിരുന്നു. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അവിടെ മലക്ക് ആഗതമാകും. മലക്ക് ആഗതമായി എന്ന ഉറപ്പ് അവർക്കുള്ളതിൻ്റെ പേരിൽ ഉടനെ അവർ സലാം പറയുമായിരുന്നു. ഹദീസിലുള്ള യഖീനിൻ്റെ പേരിലാണ്. പിന്നെ പ്രസിദ്ധമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു സംഭവം. അദ്ദേഹത്തെ സദഖ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഏൽപ്പിക്കുകയുണ്ടായി. രാത്രി ആയപ്പോൾ ഒരു ഫക്കീറായ മനുഷ്യൻ വന്ന് ആ സദഖ മുതലിനെ കുറച്ച് കൈയിട്ട് വാരിക്കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ തടഞ്ഞു. അദ്ദേഹം തൻ്റെ ജീവിത ബുദ്ധിമുട്ടും പട്ടിണിയും പ്രയാസവും പരിവട്ടെല്ലാം പറയാൻ തുടങ്ങിയപ്പോൾ കാരുണ്യം തോന്നി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ, ആ മനുഷ്യനെ പറഞ്ഞയച്ചു. പിറ്റേന്ന് താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ താങ്കൾ ചോദിച്ചു, മാ ഫഅല അസീറുക്, അബൂ ഹുറൈറ നിന്റെ തടവുകാരനെ നീ അവിടെ എന്ത് രീതിയാണ് സ്വീകരിച്ചത്? അപ്പോൾ താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ പറഞ്ഞു, നബി, ആ മനുഷ്യന് ബുദ്ധിമുട്ടും പരിവട്ടെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് കരുണ തോന്നി വിട്ടയച്ചു. താങ്കൾ പറഞ്ഞു, അയാൾ വന്ന ആൾ ഇനിയും ഇന്നത്തെ രാത്രിയും വരുന്നതാണ്. പിറ്റേ ദിവസവും ഇതുപോലെ രാത്രി അബൂ ഹുറൈറ കാവൽ നിൽക്കുന്ന സമയത്ത് മനുഷ്യൻ അതേപോലെ വന്നു, സദഖ മുതൽ വാരിയെടുത്തു, പിടിച്ചു അബൂ ഹുറൈറ. അപ്പോഴും പ്രയാസം ബുദ്ധിമുട്ടും പറഞ്ഞു. കരുണ കാരണം അദ്ദേഹം അന്നും പറഞ്ഞയച്ചു.
പിറ്റേ ദിവസം തങ്ങളുടെ സദസ്സിൽ ചെന്നപ്പോൾ തങ്ങൾ ചോദിച്ചു, മാ ഫഅല അസീറുക്, ഇന്നലത്തെ തടവുകാരനോട് നീ എന്ത് പ്രതികാരമാണ് ചെയ്തത്? നബിയെ, ബുദ്ധിമുട്ടും പരിവട്ടെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞയച്ചു നബിയെ. ഇന്നും വരുന്ന അബൂ ഹുറൈറ, ഇന്നും അദ്ദേഹം എന്ന മനുഷ്യൻ ഇന്നും വരുന്നതാണെന്ന് തങ്ങൾ വീണ്ടും പറഞ്ഞു. മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ അബൂ ഹുറൈറ പിടിച്ചു, ഇന്ന് നിന്നെ എന്തായാലും വിടുകയില്ല, നീ 2 ദിവസം വന്നു, മൂന്നാമത്തെ ദിവസം നീ വന്നിരിക്കുകയാണല്ലേ. അബൂ ഹുറൈറ പിടിച്ചു നിർത്തി. വിടുകയില്ല എന്ന് കണ്ട് ഉറപ്പിച്ചപ്പോൾ വന്നയാൾ പറഞ്ഞു, ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞു തരാം. നീ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ഉയർന്ന ഒരു കാര്യം പഠിപ്പിച്ചു തരാം. സഹാബാക്കളുള്ളിൽ ഇൽമിനോടുള്ള അത്യാഗ്രഹവും, പ്രത്യേകിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളുടെ കൂട്ടത്തിൽ ഇൽമിനോട് അതിയായ അത്യാഗ്രഹമുള്ള സഹാബിയുമാണ്. ഒരു കാര്യം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് മറന്ന് അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയും, അപ്പോൾ ആ വന്നയാൾ പറഞ്ഞു, കിടക്കാൻ വിരിപ്പിലെത്തി കഴിഞ്ഞാൽ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരു പിശാചിന്റെയോ ഒരു സൃഷ്ടിയുടെയോ ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ ഭാഗത്ത് പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകും, ഇത് സത്യമായ വാർത്തയാണെന്ന് പറയുകയും അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. പിറ്റേന്ന് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വെച്ച് തങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ, ഇങ്ങനെയെല്ലാം സംഭവിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, വന്നയാൾ കള്ളനാണ്, പക്ഷെ പറഞ്ഞ കാര്യം സത്യമാണ്. വന്നത് ഇബ്ലീസാണ് 3 ദിവസം. നിനക്കറിയുമോ ആരാണ് വന്നതെന്ന്? ഇല്ല നബി എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, 3 ദിവസം വന്നത് പിശാചാണ്, ഇബ്ലീസാണ്. പക്ഷെ പറഞ്ഞ കാര്യം സത്യമായ കാര്യമാണ്. കിടക്കാൻ വിരിപ്പിലെത്തിയ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ആ ദിവസം ആ രാത്രി അവനെ പിശാചിന്റെ എല്ലാ ഷർറിൽ നിന്നും അള്ളാഹു തആല സംരക്ഷിക്കുന്നതാണ്. ആയത്തുൽ കുർസി അത് വിരിപ്പിൽ എത്തുമ്പോൾ, കിടക്കാൻ ചെല്ലുമ്പോൾ പാരായണം ചെയ്യാൻ തങ്ങൾ പഠിപ്പിച്ചു. അതിന്റെ മഹത്വം പറഞ്ഞു. വീടുകളിൽ പാരായണം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഏത് വീട്ടിൽ ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നോ ആ വീട്ടിൽ നിന്ന് പിശാച് പുറത്തു പോകുന്നതാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയും, റിവായത്തിൽ വീടിന്റെ 4 മൂലയിൽ അദ്ദേഹം സൂറത്തുൽ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് അദ്ദേഹം ഊതുമായിരുന്നു. രാത്രി ഹദീസ് അലി റളിയല്ലാഹു തആല റിവായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല അവന് നിർഭയത്വം നൽകുകയും അവന്റെ സമീപത്തുള്ള അയൽവാസികൾക്കും അവൻ ഓതിയത് കാരണമായി സംരക്ഷണവും നിർഭയത്വം നൽകുന്നതാണ്. ഒരാളാണ് ഓതിയതെങ്കിലും ആയത്തുൽ കുർസിയുടെ മഹത്വം കൊണ്ട് അതിന്റെ പരിസരത്തുള്ള വീട്ടുകാർക്കും അല്ലാഹു തആല പ്രത്യേകമായ സംരക്ഷണവും നിർഭയത്വം നൽകുന്നതാണ്. പിന്നെ രാവിലെ വൈകുന്നേരം ഓതാൻ വേണ്ടി തങ്ങൾ പ്രത്യേകം പ്രേരിപ്പിച്ചു. അത് ആ ദിവസം മുഴുവൻ രാത്രിയും പകലും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. പിന്നെ ചില ഇമാമിങ്ങൾ, മഹാന്മാർ ഒരാൾ യാത്ര പുറപ്പെടുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മടങ്ങി വരുമ്പോൾ ഒരു ദുഃഖവാർത്തയും ഒരു വിഷമമുള്ള വാർത്തയും കേൾക്കേണ്ടി വരികയില്ല. ഒരാൾ യാത്ര പുറപ്പെടുമ്പോൾ ആയത്തുൽ കുർസി ഓതി പാരായണം, അതിന്റെ ദുആകളും പിന്നെ ഓതേണ്ട 5 സൂറത്തുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 5 സൂറത്തുകളും അവസാനം ബിസ്മി കൊണ്ട് അവസാനിപ്പിക്കുകയും, അതുപോലെ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ കൂട്ടത്തിൽ ആയത്തുൽ കുർസിയുടെ പ്രയോജനമാണ് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു ദുഃഖവാർത്തയും കേൾക്കേണ്ടി വരികയില്ല. ഇത്രയെല്ലാം മഹത്വവും ശ്രേഷ്ഠതയും ഈ ആയത്തിന് നൽകിയിട്ടുണ്ട്. അത്രയും ശ്രേഷ്ഠമായ ആയത്താണ്. ഇനി അതിന്റെ തർജ്ജമ നോക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الله لا إله إلا هو, الله الذي لا إله إلا അൽ-ഹയ്യുൽ ഖയ്യൂം, അൽ-ഹയ്യുൽ ഖയ്യൂമാണ്. അൽ-ഹയ് അൽ-ഖയ്യൂം, അൽ-ഹയ് എന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ-ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ, അൽ-ഹയ്യ് അൽ-ഖയ്യൂം. ആദ്യം പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഉന്നതമായ 2 നാമങ്ങളാണ്. അൽ-ഹയ്, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഈ വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ യുദ്ധം നടക്കുന്ന സമയത്ത്
തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിരുന്നു. തങ്ങൾ ഈ നാമങ്ങളാണ് പറഞ്ഞത്. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ബദറിന്റെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങൾക്ക് വലിയ അപകടമോ മുസീബത്തോ ഏതെങ്കിലും ശത്രുക്കളുടെ അക്രമമോ സംഭവിച്ചിട്ടുണ്ടോ എന്ന ഭയം എൻ്റെ മനസ്സിൽ തോന്നുകയും യുദ്ധത്തിനിടയിൽ നിന്നും യുദ്ധഭൂമിയിൽ നിന്ന് ഞാൻ തങ്ങൾക്ക് വേണ്ടി കെട്ടിക്കൊടുത്ത ടെന്റിൽ പോയി നോക്കി തങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്. ഈ വചനങ്ങൾ തന്നെ തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വീണ്ടും പോയി യുദ്ധം ചെയ്തു. യുദ്ധത്തിനിടയിൽ എനിക്ക് വീണ്ടും ഭയം തോന്നി, തങ്ങൾക്ക് വല്ല അപകടവും സംഭവിച്ചിട്ടുണ്ടാകുമോ. ഞാൻ വീണ്ടും പോയി നോക്കി. അപ്പോൾ താങ്കൾ സുജൂദിലാണ്. ഈ വാക്കുകൾ തന്നെ തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അങ്ങനെ ബദറിന്റെ യുദ്ധത്തിൽ മുസ്ലിമുകൾക്ക് വിജയം കിട്ടിയെന്ന സന്തോഷ വാർത്ത കേൾക്കുന്നത് വരെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഈ ഇസ്മുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ദുആ ചെയ്തു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഉന്നതമായ രണ്ട് നാമങ്ങളാണ് അൽ ഹൈ അൽ ഖയ്യൂം. ആയത്തുൽ കുർസിയുടെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ വാക്യങ്ങൾ പരസ്പരം അതിൻ്റെ പ്രാസങ്ങൾ ഒരേപോലെയാണ്. ഒന്നാമത്തെ ആദ്യത്തെ വചനവും ആയത്തുൽ കുർസിയുടെ ആദ്യത്തെ വചനവും അവസാനത്തെ വചനവും അതിൻ്റെ പ്രാസം ഒരേപോലെയാണ്. അതുപോലെ രണ്ടാമത്തെ വചനവും 9-ാമത്തെ വചനവും ഒരേപോലെയാണ്. ഇങ്ങനെ അതിൻ്റെ ഓരോ ആയത്തുകൾ പരസ്പരം ഒരു പ്രത്യേകമായ ഒരു ഗണനയിലാണ് അല്ലാഹു തആല ഇറക്കിയിരിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവൻ ഹയ്യാൻ, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് ഒരു ഹയ്യാൻ. അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവർ. എന്നെന്നും ജീവിച്ചിരിക്കുക എന്നുള്ളത് ഒരു സൃഷ്ടിക്കും അള്ളാഹു നൽകിയിട്ടില്ല. ലൗ കാനത്തി ദുനിയ തദൂമു ലിവാഹിദിൻ. ദുനിയാവിൽ ആരെങ്കിലും ശാശ്വതമായി ജീവിക്കുമായിരുന്നുവെങ്കിൽ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുമായിരുന്നു. പക്ഷെ തങ്ങളും അള്ളാഹുലേക്ക് മടങ്ങിപ്പോയി. ഒരു ഖുദ്സിയ ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നുണ്ട്, ഇഷ് മാ ശിഅ്ത ഫഇന്നക മയ്യിതുൻ. താങ്കൾ ആഗ്രഹിക്കുന്ന കാലം ജീവിച്ചു കൊള്ളുക, പക്ഷേ ഒരു ദിവസം താങ്കളും മയ്യിത്താകാൻ, മരിക്കാനുള്ളതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക്. എല്ലാ സൃഷ്ടികൾക്കും മരണമുണ്ട്, അവസാനമുണ്ട്. അള്ളാഹു മാത്രം, അവൻ മാത്രമേ ശേഷിക്കുകയുള്ളൂ. അൽ അവ്വലും ബിലാ ബിദായ ആഖിറും ബിലാ നിഹായ. അള്ളാഹു തആല അവൻ അവ്വലാണ്, അതിന് തുടക്കമില്ല. അള്ളാഹുവിന് അവൻ ആഖിറാണ്, എന്നും അവസാനം വരെ ഉള്ളവനാണ്, അതിന് അന്ത്യവുമില്ല. ബാക്കി എല്ലാ സൃഷ്ടികൾക്കും, മലക്കാകട്ടെ മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ, എല്ലാവർക്കും അന്ത്യമുണ്ട്, മരണമുണ്ട്. ഹൈ എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം അൽ ബിദായ വൻ നിഹായിൽ ഒരു ഹദീസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അവസാനം, ലോകത്തിന്റെ അവസാന സമയത്തുള്ള അവസ്ഥയെക്കുറിച്ച് അള്ളാഹു തആല മലക്കുൽ മൗത്തിനോട് അള്ളാഹു തആല പറയും, എല്ലാ സൃഷ്ടികളും റൂഹിനെ പിടിക്കും. എന്നിട്ട് അള്ളാഹു തആല ചോദിക്കും, അവസാനം ഇനി ആരുണ്ട് ബാക്കിയുണ്ട് മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് പറയും, ബഖീതു അൻത വ അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്. അള്ളാഹുവേ, നീയും അതുപോലെ അർശിനെ ചുമക്കുന്ന മലക്കുകളും അതുപോലെ ജിബ്രീലും മീകായിലും ഞാനും ഇത്രയും പേരെ ബാക്കിയുള്ളൂ, ഇനി ബാക്കി എല്ലാവരും മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അസ്രായിലും എൻ്റെ സൃഷ്ടിയാണ്, മീകായിലും എൻ്റെ സൃഷ്ടിയാണ്, ബാക്കി മുഴുവൻ എല്ലാവരും എൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് എല്ലാവരും റൂഹിനെ പിടിക്കാൻ പറയും. അങ്ങനെ എല്ലാ സൃഷ്ടികളും റൂഹിനെ പിടിക്കും. ഹദീസിൽ വരുന്നുണ്ട്, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ റൂഹിനെ പിടിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ വഫാത്ത് സംഭവിക്കുന്ന സമയത്ത് വലിയ ശബ്ദമുണ്ടാകും. ആ ശബ്ദഗാനം ആകാശഭൂമിയിലുള്ളവർ ജീവിച്ചിരിക്കുന്നവർ കേട്ടിരുന്നുവെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം സഹിക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോകും. അത്രയും വലിയ ശബ്ദമുണ്ടാകും. അങ്ങനെ അവസാനം മലക്കുൽ മൗത്തും അള്ളാഹു മാത്രം ബാക്കിയാകും. അള്ളാഹു ചോദിക്കും, ഇനി ആര് ബാക്കിയുണ്ട്? പറയും, അള്ളാഹു ഞാനും നീയും മാത്രം, പരിശുദ്ധനായ നീയും മാത്രമാണ് ബാക്കി. അള്ളാഹു പറയും, നീയും എൻ്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് നീയും മരണപ്പെട്ടുകൊള്ളിൻ എന്ന് അള്ളാഹു തആല കൽപ്പന പ്രകാരം അള്ളാഹു കൽപ്പിക്കുകയും അസ്രായിൽ അലൈഹി സ്വലാം മരണപ്പെടുകയും ചെയ്യും. അള്ളാഹുവിനെ സംബന്ധിച്ച് മരിപ്പിക്കാനോ ജീവിപ്പിക്കാനോ ഒരു മലക്കിൻ്റെയോ ഒരു സൃഷ്ടിയുടെ ആവശ്യം അള്ളാഹുവിനില്ല. അള്ളാഹു ഏൽപ്പിച്ചു അസ്രായിലിനെ റൂഹ് പിടിക്കാൻ വേണ്ടി എന്നതിൻ്റെ പേരിൽ അള്ളാഹു തആല അവൻ ആവശ്യക്കാരനാണ്. ഒരാൾ റൂഹ് പിടിക്കണമെങ്കിൽ മലക്കുൽ മൗത്ത് വേണം എന്നൊരു അവസ്ഥയും അള്ളാഹുവിനില്ല. അവൻ ഏത് കാര്യത്തെയും കുൻ ഫയകുൻ കൽപ്പിച്ചാൽ അത് ഉണ്ടാകുന്നതാണ്. മലക്കുൽ മൗത്തിന്റെ റൂഹിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു തആല പിടിക്കുകയും മലക്കുൽ മൗത്ത് മരണപ്പെടുകയും ചെയ്യും. പിന്നെ ലോകത്ത് ഒരു സൃഷ്ടിയുമില്ല. ആ സമയത്ത് അള്ളാഹു തആല ചോദിക്കും, ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്ന് ജബ്ബാരിങ്ങൾ എവിടെ, മുതകബ്ബിരീങ്ങൾ എവിടെ, അള്ളാഹുവിനെ ലോകം അടക്കി ഭരിച്ചവർ രാജാക്കന്മാരെവിടെ, അഹങ്കാരികൾ എവിടെ?
ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. അന്നത്തെ ദിവസം എല്ലാവിധ അധികാരവും അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു അവന്റെ മാത്രം പ്രത്യേകതയാണ് അൽ ഹൈ എന്നുള്ളത്. എന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹു മാത്രമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. പിന്നെ അള്ളാഹു തആല പറയാൻ ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹു തആല അവന് മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. ലാ തഖുദുഹു അവന് ബാധിക്കുകയില്ല. സിനത്തുൻ, സിനത്ത് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന്റെ ആദ്യ സമയത്ത് ഉണ്ടാകുന്ന അവസ്ഥയാണ്. പൂർണ്ണമായ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, ഉറക്കത്തിന്റെ പ്രാരംഭമാണ്. പൂർണ്ണമായ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, ഉറക്കത്തിന്റെ പ്രാരംഭമാണ്. ആ ഉറക്കത്തെ സംബന്ധിച്ചാണ് സിനത്ത് എന്ന് പറയുന്നത്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അവന് മയക്കമോ അല്ലെങ്കിൽ ഉറക്കമോ ബാധിക്കുകയില്ല. ബലഹീനതയുടെ അടയാളമാണ് ഉറക്കം എന്നുള്ളത്. അള്ളാഹു തആല അടിമക്ക് നൽകുന്ന ദുനിയാവിലെ അനുഗ്രഹവുമാണ്. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. അള്ളാഹു തആല പറയുന്നത് അള്ളാഹു നൽകിയ അതൊരു ദൃഷ്ടാന്തമാണ്, അവൻ്റെ ഒരു നിഅമത്താണ് പകലും രാത്രിയുമുള്ള നിങ്ങളുടെ ഉറക്കം എന്നുള്ളത്. ഇത് ഒരു അടിമയുടെ ബലഹീനത അടയാളവുമാണ്. അതുകൊണ്ടാണ് സ്വർഗ്ഗലോകത്ത് ഉറക്കം എന്നുള്ളതില്ല. ഉറക്കവുമില്ല, ഉറക്കത്തിന് സഹോദരനാകുന്ന മരണവുമില്ല. പരിശുദ്ധമായ സ്ഥലമാണ് സ്വർഗം. അള്ളാഹു തആല അവന് ബലഹീനതയില്ല. അവനെന്നും അവൻ്റെ കുദറത്തും താക്കത്തുമെല്ലാം ഒരേപോലെയാണ്. അത് വർദ്ധിക്കാനില്ല, കുറയാനില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ഇത്രയെല്ലാം സൃഷ്ടികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. ചിന്തിച്ചു നോക്കി, ഒരേ സമയം എത്രയോ സൃഷ്ടികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്, നിയന്ത്രിക്കുന്നത് മലക്കുകളെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്, മനുഷ്യനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്, ജിന്നുകളെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്, മൃഗങ്ങളെ നിയന്ത്രിക്കുന്നവൻ പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. ഒരേ സമയത്ത് എന്തെല്ലാം അവസ്ഥകളാണ് ഭൂമിയിൽ നടപ്പിലാകുന്നത്. മൃഗങ്ങൾ ചില മൃഗങ്ങൾ അത് അതിൻ്റെ തള്ളയുടെ ഗർഭത്തിലാണ്. ചിലത് അത് ഭൂമിയിൽ വന്നു. ചിലത് അതിൻ്റെ അവസ്ഥ, അതിന് ശരീരത്തിൽ അത് രോമങ്ങൾ വരുന്നു. ഇങ്ങനെ പല അവസ്ഥകൾ. അതുപോലെ മനുഷ്യൻ ഏതെല്ലാം അവസ്ഥയിലാണ്. ചില കുട്ടികൾ ഉമ്മയുടെ ഗർഭത്തിനുള്ളിൽ അത് മാംസക്കട്ടയാണ്. ചിലതിന് എല്ലുകൾ വന്നു. ചിലത് അതിന് ആണായി സൃഷ്ടിച്ചു, ചിലതിനെ പെണ്ണായി സൃഷ്ടിക്കുന്നു. ചിലതിന് 6 മാസമായി, ചിലത് 8 മാസമായി, പല പ്രായത്തിൽ. ഇങ്ങനെ പല പല പ്രക്രിയ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ പക്ഷികൾ, ഇതുപോലെ ഇഴജന്തുക്കൾ, മത്സ്യങ്ങൾ, ഏതെല്ലാം സൃഷ്ടികളാണ്. അതിനെല്ലാം അള്ളാഹു തആല പരിപാലിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ഒറ്റയ്ക്ക് അള്ളാഹു തആല പരിപാലിക്കുന്നതിൻ്റെ പേരിൽ ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹു തആല മയക്കമോ ഉറക്കമോ അവന് ബാധിക്കുന്നില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അവൻ്റെതാണ് ആകാശഭൂമികൾ ഉള്ളതിലുള്ള എല്ലാ വസ്തുക്കളും. ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും എന്തെല്ലാം വസ്തുക്കളുണ്ടോ ലഹു, അത് അള്ളാഹുവിനുള്ളതാണ്. അവൻ്റെ അധികാരത്തിലാണ്. അവനാണ് അതിൻ്റെ ഉടമസ്ഥൻ, അവനാണ് അതിൻ്റെ അധികാരം. ലഹു, അള്ളാഹുവിനുള്ളതാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം. മാ ഫിസ് സമാവാതി വമാ ഫിൽ, ആകാശത്തിലുള്ള മുഴുവൻ വസ്തുക്കളും ഭൂമിയുള്ള മുഴുവൻ വസ്തുക്കളും. ആകാശ ലോകത്ത് എന്തെല്ലാം വസ്തുക്കളുണ്ടോ, ഭൂമിയിൽ എന്തെല്ലാം വസ്തുക്കളുണ്ട്, ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ആകാശം എത്ര വിശാലമാണ്! ഭൂമിയിൽ മനുഷ്യൻ കാണുന്നതിനേക്കാൾ എത്രയോ വിശാലമാണ് ആകാശം എന്നുള്ളത്. ഇന്നും ശാസ്ത്രലോകം ആകാശത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ അവർ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ആകാശലോകത്തുള്ള ഗ്രഹങ്ങളും അതിൻ്റെ പഠനങ്ങളും ചെറിയൊരു ശതമാനം മാത്രമേ ആയിട്ടുള്ളൂ. അതിൻ്റെ വലിയൊരു ശതമാനം ലോക ഭാഗത്തേക്ക് മനുഷ്യൻ ഇതുവരെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു കിടന്നിട്ട് മനുഷ്യൻ എത്താൻ സാധിച്ചിട്ടില്ല. ആകാശത്ത് അള്ളാഹുവിൻ്റെ ആ ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അതിലേറ്റവും വലുതാണ്. അതിലേറ്റവും വലിയ നക്ഷത്രങ്ങളുണ്ട്, ഏറ്റവും ചെറിയ നക്ഷത്രങ്ങളുണ്ട്. പല നിലയിലുള്ള നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു. അതിനെല്ലാം അള്ളാഹുവാണ് പരിപാലിക്കുന്നത്. സൂറത്ത് യാസീൻ നമ്മൾ പഠിച്ചു. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യൻ, അതിനെ അള്ളാഹു തആല അവനാണ് ചലിപ്പിക്കുന്നവൻ, സഞ്ചരിപ്പിക്കുന്നവൻ. അതുപോലെ ആകാശലോകത്ത് എത്രയോ മലക്കുകളുണ്ട്. ഒരു സ്ഥലം പോലും ആകാശലോകത്ത് ബാക്കിയില്ല അവിടെ മലക്കുകൾ സുജൂദ് ചെയ്യാതെ, മലക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കാൻ. ഓമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അവൻ്റെ മലക്കളുടെ എണ്ണം, അവൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം അതൊരു അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ബൈത്തുൽ മഅമൂർ, പരിശുദ്ധമായ കാബയുടെ മുകളിൽ മലക്കൾ തവാഫ് ചെയ്യുന്ന, പരിശുദ്ധ മലക്കളുടെ തവാഫ് ചെയ്യുന്ന ഗേഹമുണ്ട്. ഓരോ ദിവസവും 70,000 മലക്കൾ അങ്ങോട്ട് പ്രവേശിക്കും. അങ്ങനെ എത്രയോ വർഷങ്ങളായി പ്രവേശിക്കാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കളുടെ എണ്ണം എത്രയായിരിക്കും? ഈ മലക്കളെ മുഴുവൻ അള്ളാഹു, ആകാശലോകത്ത് ഉള്ള മലക്കൾ മുഴുവൻ അള്ളാഹു അറിയുന്നവനാണ്, അവൻ്റെ നിയന്ത്രണത്തിലാണ്. വമാ യതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്. അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ, തീരുമാനമില്ലാതെ ഒരു മലക്കിനും അനങ്ങാനോ അതിന് മാറാനോ സാധിക്കുകയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല ചോദിച്ചു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അൽ റഅയ്ത റബ്ബക യാ ജിബ്രീൽ, ജിബ്രീൽ നീ റബ്ബിനെ നീ എപ്പോഴെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ജിബ്രീൽ പറഞ്ഞു, ഇന്ന ബൈനി വബൈനഹു 70 ഹിജാബൻ മിൻ നൂർ, എന്റെയും അള്ളാഹുവിനും ഇടയിൽ 70 പ്രകാശത്തിന്റെ മറകളുണ്ട് പ്രവാചകരെ. ലൗ ദനൗതു മിൻ ബഅദിഹാ ലഹ്തറക്തു, എന്റെയും അള്ളാഹുവിനും ഇടയിൽ 70 പ്രകാശത്തിന്റെ മറകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു മറയോട് ഞാൻ അല്പം അടുത്താൽ അതിൽ ഞാൻ കരിഞ്ഞ് ചാമ്പലായി പോകും. അപ്പോൾ അത്രയും വലിയ സൃഷ്ടിയാണ് എത്ര വലിയ സൃഷ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ ഒന്ന് അനങ്ങാനോ ഒന്ന് ഇറങ്ങാനോ ഭൂമിയിലേക്ക് ഇറങ്ങാനോ സാധിക്കില്ല. ആകാശ ലോകത്തിലെ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. ലഹു മാ ഫിസ് സമാവാത്ത് വമാ ഫിൽ അർള്, ഭൂമിയിലുള്ള മുഴുവൻ സൃഷ്ടികളും അതിൻ്റെയും ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്, അതിൻ്റെ അധികാരി അള്ളാഹു മാത്രമാണ്. വമാ ഫിൽ അർള്, ഭൂമിയിൽ നമ്മൾ കാണുന്നത് എത്രയാണ്, നമ്മൾ കാണാത്തത് എത്രയാണ്, എത്രയോ സൃഷ്ടികളുണ്ട് ഭൂമിയിൽ. ഇതിനെല്ലാം ഉടമസ്ഥൻ അള്ളാഹുവാണ്, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഈ ഭൂമിയിൽ കാണുന്ന മുഴുവൻ സൃഷ്ടികളും അള്ളാഹു ഫാലിഖുൽ ഹബ്ബി വൻ നവാ, ഈ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന സസ്യങ്ങൾ അതിനെ മുളപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. മാ കാന ലക്കും അൻ തുംബിതു ശജറഹ, ഒരു ചെറിയ സസ്യത്തെ പോലും നിങ്ങൾ ആരും മുളപ്പിച്ചിട്ടില്ല. അധികാരം മുഴുവൻ വസ്തുക്കളുടെ അധികാരം അള്ളാഹു മാത്രമാണ്. ലഹു മാ ഫിസ് സമാവാത്ത് വമാ ഫിൽ അർള് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ഇത് അല്ലാഹു ചോദിക്കാൻ, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരമല്ലാതെ, അനുവാദം കൂടാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ നടത്തുന്നവർ ആരാണുള്ളത്? ആഖിറത്തിൽ അള്ളാഹുവിന് മുന്നിൽ ഒരാൾക്ക് പോലും സംസാരിക്കാൻ സാധിക്കുകയില്ല. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സ്വവാബ. അന്നത്തെ ദിവസം അള്ളാഹു അനുവദിക്കുന്നവർക്ക് മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് പോലും സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. ഒരു നബിക്കും ഒരു വലിയനും ഒരു മലക്കിനും ആർക്കും സാധിക്കില്ല. അള്ളാഹു ചോദിക്കാൻ, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്തുന്നവർ ആരാണുള്ളത്? അള്ളാഹുവിന് മുന്നിൽ ആർക്ക് വേണ്ടിയും ശുപാർശ നടത്തണമെങ്കിൽ അള്ളാഹുവിന് അനുമതി വേണം, അള്ളാഹുവിന്റെ തീരുമാനം വേണം. ഒരു നബിക്ക് തൻ്റെ മക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കില്ല. ഒരു നബിക്ക് തൻ്റെ വാപ്പയ്ക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഹദീസിൽ ആഷിഖ് ഇലാഹി അദ്ദേഹത്തിൻ്റെ മരണാനന്തര ജീവിതം, അതിൽ ഹദീസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ അള്ളാഹുവിന് മേൽ പറയും, അള്ളാഹു എൻ്റെ പിതാവ് ആസർ, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസിൽ വരുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൻ്റെ കാലിൻ്റെ ചുവട്ടിൽ നോക്കാൻ പറയുകയും ഒരു ഉടുമ്പ് പോലെയുള്ള ഒരു ജീവിയെ കാണുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം കൈകൊണ്ട് അതിനെടുത്ത് മഷ്റയിൽ വെച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുകയും നരകത്തിൽ പോയി പതിയുകയും ചെയ്യും. അള്ളാഹു തആല ആസറിനെ, വിഗ്രഹാരാധകനായ ആസറിനെ ഒരു ഉടുമ്പിന്റെ കുളത്തിലാക്കി സ്വന്തം മകന്റെ കൈകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് റിവായത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു നബിയാണെന്ന പേരിൽ ഒരു പിതാവിനും പ്രയോജനമില്ല, ഒരു മക്കൾക്കും പ്രയോജനമില്ല. നബി തങ്ങൾ പറയുമായിരുന്നു, മോളെ ഫാത്തിമ, നിന്റെ വാപ്പ നബിയാണെന്ന വിചാരത്തിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്, നീ അമൽ ചെയ്തുകൊള്ളി. ആഖിറത്തിൽ അള്ളാഹുന്റെ തീരുമാനപ്രകാരം മാത്രമേ മനുഷ്യന് ശുപാർശ ചെയ്യാൻ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റാരുടെയും നന്മകൾ, മറ്റാരുടെയും സംസാരങ്ങൾ അത് പ്രയോജനം ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരാണുള്ളത്? അള്ളാഹു ചോദിക്കാൻ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, പിന്നെ അള്ളാഹു പറയാൻ, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അള്ളാഹു തആല അറിയുന്നു. യഅലമു, അള്ളാഹു തആല അറിയുന്നു, മാ ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ളത്, വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതും. അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു തആല അറിയുന്നു. അല്ലെങ്കിൽ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ കാര്യവും അവർക്ക് മുമ്പ് ഇനി വരാനുള്ള കാര്യവും അള്ളാഹു തആല അറിയുന്നു. മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു തആല അറിവുള്ളവൻ. അള്ളാഹുവിന്റെ അറിവ് അത് വിശാലമാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ സൂക്ഷ്മമായി അള്ളാഹു തആല അറിയുന്നവനാണ്. ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അറിയുന്നവനാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ മകനോട് പറയുന്ന ഉപദേശം സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറഞ്ഞു, യാ ബുനയ്യ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മോനെ, നീ ചെയ്യുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ, അത് ഒരു ധാന്യത്തിന്റെ അളവ് എത്ര ചെറുതാണെങ്കിലും അത് നീ ആകാശത്തിന്റെ മുകളിലോ ഭൂമിക്കുള്ളിലോ ഒരു പർവ്വതത്തിന്റെ പുറകിലോ എവിടെയെല്ലാം നീ മാറിയിരുന്ന് ചെയ്താലും
യഅതി ബിഹ അല്ലാഹ്, അതെല്ലാം അല്ലാഹു തആല കൊണ്ടുവരും. അല്ലാഹു തആല അറിയുന്നവനാണ്, എല്ലാം അല്ലാഹ് അറിയുന്നവനാണ്. ലുക്മാൻ അലൈഹിസ്സലാം അവനോട് പറയുമായിരുന്നു, ഇദാ അറദ്ത അൻ തഅസിയ മൗലാക ഫത്ലുബ് മൗദിഅൻ ലാ യറാക. മോനെ, നീ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നീ അള്ളാഹു കാണാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ മാറിയിരുന്ന് നീ തെറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിൽ, അള്ളാഹു അറിയാത്ത, അള്ളാഹു കാണാത്ത ഒരു സ്ഥലം ഭൂമിയിൽ എവിടെയുമില്ല. എല്ലാ സ്ഥലത്തും അള്ളാഹുവിന്റെ നോട്ടവും അള്ളാഹുവിന്റെ അറിവുമുണ്ട്. മുഴുവൻ കാര്യങ്ങൾ വെച്ചും അള്ളാഹ് അറിയുന്നുണ്ട്. അന്ന് നീ എന്തെങ്കിലും പാപം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹു കാണാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് നീ പാപം ചെയ്യണം എന്ന് മകനെ ഉപദേശിക്കുമായിരുന്നു. അങ്ങനെ സ്ഥലമേ ഇല്ല ഭൂമിയിൽ. അതുകൊണ്ട് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ള കാര്യവും അവരുടെ പിന്നിലുള്ളതും അള്ളാഹു തആല അറിയുന്നവനാണ്. ولا يحيطون بشيء من علمه إلا بما شاء ولا يحيطون بشيء من علمه إلا بما شاء. പിന്നെ അള്ളാഹു പറയാൻ, അവന്റെ അറിവിൽ നിന്ന്, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ, അവൻ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ സാധിക്കില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അള്ളാഹുവിന്റെ അറിവിൽ നിന്നും അവർക്കൊന്നും എന്താ സൂക്ഷ്മമായി അറിയാൻ സാധിക്കില്ല, ഗ്രഹിക്കാൻ സാധിക്കില്ല. ഇല്ലാ ബിമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ച കാര്യമല്ലാതെ അവർക്ക് അവരുടെ കഴിവ് കൊണ്ടോ മറ്റു പ്രാപ്തി കൊണ്ടോ അള്ളാഹുവിന്റെ അറിവിൽ നിന്നും അവർക്ക് അത് ഗ്രഹിക്കാനോ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വസിഅ കുർസിയുഹു സ്സമാവാതി വൽ അർദ്, പിന്നെ അള്ളാഹു തആല അവന്റെ കുർസിയും സിംഹാസനത്തെ പറ്റി വസിഅ കുർസിയുഹു, വസിഅ അവിടെ ഐനാണ്, വസിഅ 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 കുർസിയുഹു സ്സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ അധികാരപീഠം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിംഹാസനം അത് ആകാശ ഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. വിശാലമായിരിക്കുന്നു, ഉൾക്കൊള്ളുന്നതാകുന്നു. കുർസിയുഹു, അള്ളാഹുവിന്റെ സിംഹാസനം, അവന്റെ അധികാരത്തിന്റെ പീഠം. സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. അള്ളാഹുവിന്റെ അർശ് അത് ഏറ്റവും സൃഷ്ടികൾ ഏറ്റവും വലുതാണ് അള്ളാഹുവിന്റെ അർശ് എന്നുള്ളത്. ഒന്നാം ആകാശം മുതൽ ഹദീസ് വരുന്നുണ്ട്, ഒന്നാം ആകാശം മുതൽ രണ്ടാം ആകാശം വരെ 500 വർഷത്തെ വഴിദൂരമുണ്ട്. അങ്ങനെ 7 ആകാശങ്ങൾക്കിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. ഇത്രയും വിശാലമായ ആകാശ ലോകം മുഴുവൻ കൊണ്ടുപോയി അള്ളാഹുവിന്റെ അർശിൽ വെക്കുകയാണെങ്കിൽ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചതുപോലെ അത്രയും വിശാലമാണ് അള്ളാഹുവിന്റെ അർശ് എന്നുള്ളത്. അള്ളാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകളെ കുറിച്ച് ഹദീസ് വരുന്നുണ്ട്. അർശിനെ ചുമക്കുന്ന മലക്കുകളുടെ വലിപ്പത്തെക്കുറിച്ച്, ഒരു മലക്കിന്റെ ഒരു തോള് മുതൽ അടുത്ത തോളി വരെ വർഷങ്ങളുടെ വഴിദൂരമുണ്ട്. അത്രയും വലിയ മലക്കുകളാണ് അള്ളാഹുവിന്റെ അർശിനെ ചുമക്കുന്നത് എങ്കിൽ അർശിന്റെ വലിപ്പം എത്രയായിരിക്കും? അർശിന്റെ ചുവട്ടിലാണ് അള്ളാഹു തആല നാളെ മഹ്ശറിൽ, ചുവട്ടിലാണ് അള്ളാഹു തആല അർശിന്റെ തണൽ നൽകുന്ന ആളുകൾ. അള്ളാഹുവിന്റെ അർശ് വിശാലമാണ്. വസിഅ കുർസിയുഹു സ്സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റെ സിംഹാസനം, അള്ളാഹുവിന്റെ അധികാരപീഠം ആകാശ ഭൂമികളെ മുഴുവൻ വലയം ചെയ്യുന്നതാകുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഈ അവയുടെ സംരക്ഷണം, ആകാശ ഭൂമികളുടെ സംരക്ഷണം അവൻ അള്ളാഹുവിന് ഭാരമുള്ള കാര്യമേ അല്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഈ ആകാശത്തെയും ഭൂമിയെയും ഇതുപോലെ മുഴുവൻ സൃഷ്ടികളെയും അവൻ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, നിയന്ത്രിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു തആലയ്ക്ക് ഒരു ക്ഷീണമോ ഭാരമോ ബുദ്ധിമുട്ടോ ഇല്ല. അള്ളാഹു ക്ഷീണിതനായി പോവുകയില്ല. വഹുവൽ അലിയ്യുൽ അദീം, അവൻ ഉന്നതനും മഹാനുമാണ് അള്ളാഹു തആല. വഹുവൽ അലിയ്യുൽ അദീം, അള്ളാഹു ഉന്നതനുമാണ്, അവൻ അങ്ങേറ്റം ഉന്നതനുമാണ്, എല്ലാവിധ മഹത്വത്തിന്റെയും ഉടമസ്ഥനുമാണ്. ആയത്തിൽ കുറിച്ചുള്ള തർജ്ജമ ഏകദേശം ചുരുങ്ങിയ നിലയിൽ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. സിനത്ത് മയക്കം, ഉറക്കത്തിന് മുമ്പുള്ള അവസ്ഥക്കാണ് സിനത്ത് പറയുന്നത്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم ولا يؤوده حفظهما وهو العلي العظيم. ഈ ആയത്തിൽ കൂടി അല്ലാഹു തആല പൂർണ്ണമായും ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹു അവനെയും അവൻ്റെ കുദ്റത്തിനെയും അവൻ്റെ സിഫാത്തുകളെയും
അവൻ്റെ അവൻ്റെ വിശേഷണങ്ങളെല്ലാം അള്ളാഹുതആല പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ശരിയായി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ച് ഈ ആയത്തിൽ കുർസി അത് പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യം. ഖുർആന്റെ ഏറ്റവും വലിയ കൽപ്പന അള്ളാഹുവിനെ പഠിക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പഠിക്കാൻ ഏറ്റവും കൂടുതൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന അള്ളാഹിനെ കുറിച്ചാണ്. വഅലമു അന്നല്ലാഹ അസീസുൻ ഹക്കീം വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ് വഅലമു അന്നല്ലാഹ സമീഉൻ അലീം. ഖുർആന്റെ പല സ്ഥലത്തും അള്ളാഹ് പറയാണ് വഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അന്നല്ലാഹ്, അള്ളാഹു അവൻ ആരാണ്? അവൻ അസീസാണ്, ഹക്കീമാണ്, അവൻ ഷദീദുൽ ഇഖാബാണ്, അവൻ ഗനിയാണ്, ഹമീദാണ്, അവൻ സമീആണ്, അലീമാണ്. അള്ളാഹ് പരിചയപ്പെടുത്തി. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന സഹാബാക്കളെ സംബന്ധിച്ച് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, എല്ലാ സഹാബാക്കളും അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവരായിരുന്നു. ദുന്യാവിന്റെ കാര്യങ്ങളിൽ അറിവ് കുറഞ്ഞവരായിരുന്നുവെങ്കിലും സഹാബാക്കൾ അള്ളാഹുവിനെ അറിയുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല അള്ളാഹുവിനെ മനസ്സിലാക്കി. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അള്ളാഹുവിനെ അറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ മഹത്വം ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. നൂഹ് നബി അലൈഹി സ്വലാം സമുദ്രം ചോദിച്ചതുപോലെ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ അള്ളാഹുവിനെ അവന്റെ ഗാംഭീര്യത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി വൽ അർളു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അവർ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ, അള്ളാഹുവിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് പറയും. അപ്പൊ ഖുർആനിന്റെ ഏറ്റവും വലിയ കൽപ്പനയാണ് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത്. അള്ളാഹുവിനെ അറിയാൻ ഏറ്റവും നല്ല നില അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. അതുകൊണ്ട് ഇതിന്റെ ആശയം നല്ല നിലയ്ക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ നമുക്ക് അള്ളാഹുവിനെ ശരിയായി ഉൾക്കൊള്ളാൻ സാധിക്കും. അള്ളാഹു തആല മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി ബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.